ശ്രീമതി അംബിക, ഈ വിഷയത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഈ പുസ്തകം എഴുതിയപ്പോൾ വളരെ വലിയ അനുഭവങ്ങളാണ് അങ്ങയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം മാത്രമല്ല, ഈ മൂവിയുടെ റിസർച്ച് ഞാനാണ് ചെയ്തത്. റിസർച്ച് ആൻഡ് സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിരുന്നു ഞാൻ. അപ്പോ അതിന്റെ ശേഷം മൂവിയിൽ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പ്രണയം ഉണ്ടാവാം, പ്രണയം ഇല്ലാതിരിക്കാൻ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം, പൈസ ആവാം, സെക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. അല്ലെങ്കിൽ ഇത് അതൊക്കെ ബോണസാണ്. കൺവേർഷൻ ആണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് പിന്നെ പ്രണയത്തിൽ കൂടെ കിട്ടുന്ന സെക്സ് ആവാം, പൈസ ആവാം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ്, പിന്നെ ഡ്രഗിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ ആവാം. ഇതൊക്കെ അതിന്ന് കിട്ടുന്ന ബോണസുകൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഒരു പെൺകുട്ടിയെ, വേറെ മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ മതം മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതിന്ന് അവർക്ക് സ്വർഗം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം അല്ല. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ പൊട്ടിത്തെറിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അതിന് നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കുന്ന ഈ മിസ്റ്റർ രജിയുടെ പ്രോബ്ലം അത് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നതാണ്. ലവ് ജിഹാദ് എന്ന് വേണോ, കൺവേർഷൻ ജിഹാദ് എന്നോ, ഉണ്ടംപൊരിയെന്നോ, ഉടായിപ്പെന്നോ എന്ത് വിളിച്ചാലും അതിന്റെ പേരാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പേര് എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതിന്റെ പേരിൽ കൊണ്ടുപോയിട്ട് അഖില ഹദിയയുടെ ആ കേസിൽ അവിടെ ഒരു ലവ് ആംഗിളേ ഇല്ല. ഇന്ന് ആശവിദ്യാ സമാജത്തിൽ പ്രവർത്തിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ശ്രുതി, ചിത്ര, അനഘ, ആതിര, ഇവരുടെ കേസുകളിലും ലവ് ആംഗിളേ ഇല്ല. അതിലൊക്കെ കൺവേർഷൻ മാത്രമാണുള്ളത്. അപ്പോ ചിലത് കൺവേർഷന് വേണ്ടി മാത്രം കൺവേർഷൻ ഇവിടെ നടത്തും, ചിലത് പ്രണയത്തിന് വേണ്ടി കൺവേർഷൻ നടത്തും, സെക്സിന് വേണ്ടി കൺവേർഷൻ നടത്തും.